നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കംബോഡിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐറിഷുകാർക്ക് മുന്നറിയിപ്പ്. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐറിഷ് പൗരന്മാർക്ക് പ്രദേശത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. യാത്രികർക്കായി പുതുക്കിയ നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറത്തിറക്കി. താല ആക്രമണത്തിൽ ഇന്ത്യക്കാരുടെ നിശബ്ദ പ്രതിഷേധം. താലയിൽ യുവാവ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിശബ്ദ പ്രതിഷേധം സംഘടിപ്പിച്ച് അയർലൻഡിലെ ഇന്ത്യൻ സമൂഹം. നീതി വകുപ്പിന് മുൻപിലാണ് ഇന്ത്യൻ സമൂഹം പ്രതിഷേധവുമായി ഒത്തുകൂടിയത്. താല ആക്രമണത്തിന് പിന്നാലെ തുറന്ന കത്തുമായി മലയാളി. താല ആക്രമണത്തിന് പിന്നാലെ തുറന്ന കത്തുമായി മലയാളിയും ഫിൻഗെയിൽ പാർട്ടി അംഗവുമായ അജു സാമുവൽ. ഇരയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യം. മാലിന്യ സംസ്കരണത്തിൽ വൻ നേട്ടം കൊയ്ത് അയർലൻഡ്. കുപ്പികളും ക്യാനുകളും ശേഖരിക്കുന്നതിനായി ആരംഭിച്ച ഡെപ്പോസിറ്റ് റിട്ടേൺ സ്കീം വഴി ഇതുവരെ ശേഖരിച്ചത് 1.6 ബില്യണിലധികം കുപ്പികളും ക്യാനുകളും. ഡബ്ലിൻ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ഇമിറേറ്റ്സും ഖത്തർ എയർവേസും. ഡബ്ലിനിൽ നിന്നും ദുബായിലേക്കുള്ള മൂന്നാമത്തെ വിമാന സർവീസ് ഒക്ടോബർ 26 മുതൽ. അച്ചടക്ക നടപടി നേരിട്ട ഇയോൺ ഹെയ്സിനെ തിരിച്ചെടുത്ത് സോഷ്യൽ ഡെമോക്രാറ്റ്സ് പാർട്ടി. 8 മാസത്തെ സസ്പെൻഷന് പിന്നാലെയാണ് അദ്ദേഹത്തെ പാർട്ടി വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നത്. ക്രെംലിനിലെ സ്റ്റാറ്റിക് സ്പീഡ് ക്യാമറ അടുത്ത മാസം മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. വാഹനങ്ങളുടെ അമിതവേഗത കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. അയർലൻഡിൽ ഭവനരഹിതരുടെ എണ്ണം റെക്കോർഡിൽ. പുതിയ കണക്കുകൾ പ്രകാരം അയർലൻഡിൽ 16,000-ഓളം പേർക്ക് സ്വന്തമായി വീടില്ല. ഇവരിൽ 4,000-ത്തിലധികം പേർ ഭവനരഹിതരായ കുട്ടികളാണ്. ഡബ്ലിനിൽ പ്ലാന്റ് തുടങ്ങില്ലെന്ന് ആമസോൺ. ഡബ്ലിനിൽ പുതിയ പ്ലാന്റ് ആരംഭിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ആമസോൺ. പ്ലാന്റിനായുള്ള വൈദ്യുതി കണക്ഷൻ നേടാൻ കമ്പനിക്ക് കഴിയാത്തതിനെ തുടർന്നാണ് പിന്മാറ്റം. അയർലൻഡ് സുരക്ഷിതമല്ലെന്ന് ഇന്ത്യക്കാരനായ യുവാവ്. അയർലൻഡ് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണെന്ന് ഇന്ത്യക്കാരനായ യുവാവ്. താലയിലുണ്ടായ ആക്രമണത്തിനു പിന്നാലെയാണ് ദക്ഷെന്ന യുവാവ് അഭിപ്രായം പങ്കുവച്ചത്. നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ ഇനി കാത്തിരിക്കാൻ കഴിയില്ലെന്നും യുവാവ്. ഇന്റലിജൻസ് വിഭാഗത്തിലെ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും അറബി ഭാഷയിലും ഇസ്ലാമിക പഠനത്തിലും പരിശീലനം നിർബന്ധമാക്കാൻ ഇസ്രായേൽ. വിശകലനശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഹമാസിനെതിരായ പോരാട്ടം പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് ട്രംപ്. ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സദുദ്ദേശത്തോടെയല്ല അവർ പ്രവർത്തിക്കുന്നതെന്നും ട്രംപ്. ചരിത്രപരമായും നയതന്ത്രപരമായും ആഴത്തിലുള്ള വേരൂന്നിയ ബന്ധമാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാലദ്വീപിനായി പ്രഖ്യാപിച്ചത് 4,850 കോടിയുടെ വായ്പാ പദ്ധതി. രുദ്ര എന്ന പേരിൽ ഓൾ ആംസ് ബ്രിഗേഡും ഭൈരവ് എന്ന പേരിൽ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളും രൂപീകരിച്ച് ഇന്ത്യൻ സൈന്യം. പ്രഖ്യാപനം കാർഗിൽ യുദ്ധവിജയത്തിന്റെ വാർഷികാഘോഷ ചടങ്ങുകളിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ നടന്നുവരുന്ന പോലീസ് അന്വേഷണത്തിനും വകുപ്പ് തല പരിശോധനകൾക്കും പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലാണ് വിയൂരിലെത്തിച്ചത്. കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിയതിന്റെ പശ്ചാത്തലത്തിലാണ് വിയൂരിലേക്ക് മാറ്റിയത്. ഓൾഡ് ട്രാഫോർഡിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടുന്നതിന് പിന്നാലെ റെക്കോർഡ് നേട്ടവുമായി ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട്. നേരത്തെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മൂന്നാമത്തെ താരമായി മാറിയ റൂട്ട് സ്വന്തം മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമായി. ടെസ്റ്റ് കരിയറിൽ റൂട്ടിന്റെ 38ാം സെഞ്ചുറിയാണിത്. സാവി ഹെർണാണ്ടസിന്റെ അപേക്ഷ തള്ളി AIFF. ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനാകാനുള്ള ബാഴ്സലോണ മുൻ മാനേജറും താരവുമായിരുന്ന സാവി ഹെർണാണ്ടസിന്റെ അപേക്ഷ തള്ളി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. സാവി ആവശ്യപ്പെട്ട ഭീമമായ തുക പ്രതിഫലമായി നൽകാൻ കഴിയാത്തതിനെ തുടർന്നാണ് അപേക്ഷ തള്ളിയത്. സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴയും കാറ്റും. കേരള തീരത്ത് കാലവർഷക്കാറ്റ് മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗം പ്രാപിച്ചു. കേരളത്തിൽ 29 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അയർലൻഡിൽ മഴ കുറയും. അയർലൻഡിൽ അടുത്ത വാരത്തോടുകൂടി മഴ കുറയുമെന്ന് മെറ്റ് അയറാൻ. ചൂട് കൂടിയ ദിനങ്ങളാണിനി. അടുത്ത ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 21 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ് യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.